ശതാഭിഷേകം കഴിഞ്ഞ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയ അച്ഛനുമായി സാഹിത്യ ജീവിതത്തെപ്പറ്റിയും സാഹിത്യ വീക്ഷണത്തെപ്പറ്റിയും ആത്മകഥയിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിലത് ചോദിക്കുന്നു. അച്ഛനിപ്പോൾ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഏതാണ്ട് പൂർത്തിയായല്ലോ. എന്തൊക്കെയാണ് ഈ ആത്മകഥയിലെ വിഷയങ്ങൾ? ഒരാൾ ഏത് ശാഖ തിരഞ്ഞെടുക്കണം എന്നൊക്കെ വാസ്തവത്തിൽ സ്വയം നിശ്ചയിക്കുകയല്ല, അത് നിശ്ചയിക്കപ്പെടുകയാണ്. അതൊന്നും എഴുതി കവിതയാവുന്നു എന്ന് കവികൾ പറയുമല്ലോ. ചില ചങ്ങമ്പുഴ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ഞാൻ കവിത എഴുതാറുണ്ട്, ചിലപ്പോൾ എഴുതി പോകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ആത്മകഥ എഴുതാം എന്ന് വിചാരിച്ചു. വളരെ വിശിഷ്ടങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടല്ല, എങ്കിലും അവനവൻ്റെ അനുഭവം അവനവന് സവിശേഷതയുള്ളതാണ്. ആ നിലയ്ക്ക് ചിലത് വായനക്കാരുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് തോന്നിയപ്പോൾ ആത്മകഥ എഴുതാൻ ആരംഭിച്ചു. അത് തന്നെ ആദ്യത്തേതല്ല, അത് മുഴുവനെ കളഞ്ഞ് വീണ്ടും തുടങ്ങിയതാണ്. രണ്ടാം തവണ വാസ്തവത്തിൽ എഴുതുന്ന ആത്മകഥയാണിത്. 10 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. പിന്നെ അത് എങ്ങനെയോ അതങ്ങ് പോയി, വീണ്ടും ആരംഭിച്ചു. ഇനി കാത്തിരുന്നാൽ ഒരു നടക്കില്ല. ദീർഘസൂത്രി എന്ന് പറയും സംസ്കൃതത്തിൽ. അങ്ങനെ ദീർഘസൂത്രിയായാൽ ഇനി അടുത്ത ജന്മം ആയിപ്പോകും. അച്ഛൻ്റെ എഴുത്തിൽ ഈ സാഹിത്യ നിരൂപണത്തിന് പ്രാധാന്യം വന്നു. അതിനിടയാക്കിയ സാഹചര്യം? അത് വന്നു പോവുകയാണ്, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം വരുത്തുകയല്ല. ആദ്യം ഒരാൾ എഴുതുകാരൻ എഴുതാൻ തുടങ്ങുമ്പോൾ താൻ എന്തെഴുതണം എന്ന് നിശ്ചയിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് എഴുതണം എന്നല്ലാതെ ഇന്ന മാതിരി എഴുതണം, ഇന്ന ശാഖയിൽ, അതൊന്നും ആലോചിക്കാറില്ല. ചിലപ്പോൾ അതിന് കാരണമായിത്തീരുന്നത് നമ്മൾ വായിച്ച ഏതെങ്കിലും നമ്മളെ ആകർഷിച്ച ഒരു ഗ്രന്ഥമായിരിക്കും, ചിലപ്പോൾ ഒരു സംഭവമായിരിക്കും, മറ്റു ചിലപ്പോൾ എന്തെങ്കിലും. അങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ് ഒരാൾ എഴുത്തിൽ ചെന്ന് വീഴുക. സാഹിത്യ നിരൂപകനാകണമെങ്കിൽ ഒരു സാഹിത്യ ആസ്വാദകൻ ആവണം. അപ്പോൾ അത് ആസ്വദിക്കാനുള്ള കഴിവ് എനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയതാണ്. അച്ഛൻ സംസ്കൃതം പതിവായിട്ട് വായിക്കുന്ന ആളാണ്, വിശേഷിച്ച് രാമായണവും ഭാഗവതവും മൂലഗ്രന്ഥങ്ങളും. അപ്പോൾ അത് കേട്ട് സംസ്കൃത ഭാഷയുമായിട്ട് പരിചയം കുട്ടിക്കാലം മുതലേ തുടങ്ങി. ഒരു 10 വയസ്സ് മുതൽ വാൽമീകി രാമായണം കേട്ട് കഥ കേൾക്കാൻ മാത്രമല്ല, അപ്പം മുതലേ അതിൻ്റെ ആസ്വാദനം ആരംഭിച്ചു. അത് മലയാള സാഹിത്യത്തിനോട് മാത്രമായിരുന്നുവോ അതോ ഇംഗ്ലീഷ് സാഹിത്യത്തിനോടും ഉണ്ടായിരുന്നോ? ഇംഗ്ലീഷിനോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും പിൽക്കാലത്ത് കോളേജിൽ വന്നപ്പോൾ ഉണ്ടായ അത്ര താല്പര്യം ഹൈസ്കൂളിലില്ലായിരുന്നു. കോളേജിൽ വന്നപ്പോഴാണ് ഇംഗ്ലീഷിനോട് താല്പര്യം വന്നു. കാരണം കൂടുതൽ വായിക്കാൻ പുസ്തകങ്ങൾ കിട്ടി. ആ പുസ്തകങ്ങൾ വായിച്ച് ആർട്സ് കോളേജിൽ ഓണേഴ്സിന് ഞാൻ ചേരുമ്പോൾ ഞങ്ങളുടെ മുകളിലത്തെ ക്ലാസ്സിൽ പുളിമാന പരമേശ്വരൻ പിള്ള ഉണ്ട്. ഞാൻ ചേർന്നതിൻ്റെ പിറ്റേ വർഷമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചേരാൻ വന്നത്. KM ജോർജും ആ വർഷം MA മാത്തമാറ്റിക്സിന് ഫസ്റ്റ് ക്ലാസ്സും കോളേജിൽ ഫസ്റ്റ് റാങ്കും വാങ്ങിച്ചിട്ട് മാത്തമാറ്റിക്സ് MSc പോകണോ
മലയാളം എം എക്ക് പോകണോ എന്ന് സംശയിച്ച് കുറച്ചൊന്ന് ആടി അവരുടെ സംശയിച്ചു. പിന്നെ മലയാളത്തിന് തന്നെ ചേർന്നു. അതിന് കാരണം ഒരുപക്ഷെ പെട്ടെന്ന് നിയമനം കിട്ടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടാണ്. അന്നത്തെ അധ്യാപകരാരൊക്കെയായിരുന്നു? ഞങ്ങളുടെ പ്രധാന അന്ന് പ്രൊഫസർ എന്ന സ്ഥാനമില്ല. SOS സൂപ്രണ്ട് ഓറിയൻ്റൽ ലാംഗ്വേജസ്. ബ്രിട്ടീഷുകാരൻ്റെ ഭരണമായതുകൊണ്ട് ഓറിയൻ്റലാണ് നമ്മൾ. അപ്പോൾ സൂപ്രണ്ടിന് ശമ്പളവും കുറവാണ്. AR രാജരാജവർമ്മയ്ക്ക് മുഴുവൻ ശമ്പളം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ആർക്കും കൊടുത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ജാമാതാവ് ഡോക്ടർ ഗോദവർമ്മ സാറിനാണ് പിന്നെ കൊടുക്കാൻ തുടങ്ങിയത്. അത് വാങ്ങിച്ച് അല്പം ആയപ്പോഴത്തേക്ക് അദ്ദേഹം അകാല മരണം പ്രാപിച്ചു. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന പ്രധാനമായിട്ട് P. അനന്തപിള്ള, ഇളംകുളം കുഞ്ഞമ്പിള്ള, പിന്നെ പി കെ നാരായണപിള്ള സാർ ഒരു വർഷമേ പഠിപ്പിച്ചുള്ളൂ. പിന്നെ അദ്ദേഹം PhDക്ക് ബോംബെ യൂണിവേഴ്സിറ്റിക്ക് പോയി. അങ്ങനെ ചിലരായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ പ്രധാനം. ഇപ്പോൾ കൂടുതൽ ക്ലാസ് സംസ്കൃതം പഠിപ്പിച്ചിരുന്നതെല്ലാം ഇളംകുളം കുഞ്ഞമ്പിള്ള സാറാണ്. അന്ന് അദ്ദേഹം കേരള ചരിത്രത്തിലേക്ക് വന്നില്ല. ഇല്ല, അന്ന് അദ്ദേഹത്തിന് കേരള ചരിത്രമായിട്ട് ഒരു ബന്ധവും ഇല്ല. കേരള ചരിത്രം ഒരു പഠന വിഷയമായിരുന്നു. പഠന വിഷയമായിരുന്നു. അത് വേറെ ആളുകൾ, അത് അനന്തപിള്ള സാർ തന്നെയായിരുന്നു. അത് വാസ്തവത്തിൽ അന്ന് അവർ കേരള ചരിത്ര ഗവേഷണം നടത്തിയില്ല. നീലകണ്ഠ ശാസ്ത്രിയുടെ ചോളാസ്, പാണ്ഡ്യസ് എന്നൊക്കെയുള്ള പുസ്തകത്തെ അവലംബിച്ച് ഒരു ദക്ഷിണേന്ത്യൻ ചരിത്രം ആണ് പഠിപ്പിച്ചത്. ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന അധ്യാപകനാരായിരുന്നു? അങ്ങനെ ഒരാളെ പറ്റി പറയാമെങ്കിൽ. അത് ഒന്ന് കുഞ്ഞിരാമപിള്ള സാറാണ്. പക്ഷെ അദ്ദേഹം ഒരു വർഷമേ പഠിപ്പിച്ചുള്ളൂ. അതിന് കാരണം അദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷനുമായിട്ടുള്ള ബന്ധവും, അദ്ദേഹം ഹോസ്റ്റലിൽ വന്ന് ഭഗവത്ഗീത ഞായറാഴ്ച ക്ലാസ് എടുക്കും. ഇതെല്ലാം കൊണ്ടാണ് അദ്ദേഹവുമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടായത്. ഈ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം അത് വാസ്തവത്തിൽ അത് ആരംഭിച്ച അച്ഛനാണ്, ഞാനല്ല. കാരണം അച്ഛൻ ചവറയിൽ സർക്കാർ വൈദ്യനായിരുന്നപ്പോൾ ആഗമാനന്ദ സ്വാമി എന്ന് പറയുന്ന കൃഷ്ണൻ നമ്പ്യാതിരി അവിടെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പ്രസിഡൻഷ്യൽ കോളേജിൽ പോയി സംസ്കൃത ഓണേഴ്സ് പാസ്സായി. അന്ന് BA ഓണേഴ്സ് അല്ല, MA ഓണേഴ്സ് എന്നാണ് പറയുന്നത്. ജയിച്ചു. അത് ഉയർന്ന നിലയിൽ ജയിച്ചു. ഒരു ഹൈസ്കൂൾ അധ്യാപകനായി. പക്ഷേ വളരെ താമസിയാതെ അദ്ദേഹം സന്യാസിയായി, ആദ്യം ബ്രഹ്മചാരിയായി. അവർക്ക് 6-7 വർഷം വേണം. അത് കഴിഞ്ഞ് ആഗമാനന്ദ സ്വാമിയായി.